നിങ്ങളെ ഭാര്യയും ഒരു മോളും നിങ്ങൾ മൂന്നാളും കൂടി ഒരു ടേബിൾ മേൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ മോള് പറയാണ് എനിക്കൊരാൾ ഇഷ്ടമാണ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ ഓള് പറയാണ് മോളോട് കേട്ടോ, ഭാര്യ മോളോട് പറയാണ് പൊന്നു മോളെ കല്യാണം കഴിക്കാൻ പോകണ്ട, കല്യാണം കഴിച്ചാൽ നല്ല പണിയായിരിക്കും, 10-20 കൊല്ലമായിട്ട് ഞാൻ എന്താ അനുഭവിക്കണമെന്നുള്ളതിനെ പറ്റി എനിക്കറിയാം. അപ്പോൾ ഓള് പറഞ്ഞത് അങ്ങനല്ലത്, ഞാൻ പ്രേമിച്ച് കെട്ടണം. പ്രേമിച്ചാണെങ്കിൽ തീരെ കെട്ടാൻ പറ്റില്ല. പെണ്ണുങ്ങളുണ്ടോ പ്രേമിച്ച ആൾക്കാരെ കെട്ടണ്? പ്രേമിച്ച ആൾക്കാരെ കെട്ടരുത്. അച്ഛനും അമ്മയും ഒരാളെ കാണിച്ചു തരും, ഓരങ്ങോട്ട് കെട്ടുക. അല്ലാത്ത പക്ഷം കല്യാണം എന്ന് പറയണത് നരകമായിരിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങളെ മോക്ക് പഠിപ്പിച്ചു കൊടുക്കണത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? 10-20 കൊല്ലമായിട്ട് നിങ്ങളൊപ്പരം നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഗതി കെട്ടിട്ടാണ് എന്നുള്ളൊരു ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടൂലേ? ഇതേ അവസ്ഥയാണ് നിലവിൽ നമ്മളെ കഥയിലെത്തിയിട്ടുള്ളത്. ഷെനറ്റ്, അതായത് എല്ലൻ്റെ മൂത്ത മോള് കോളേജിലൊരു ചെക്കനെ കിട്ടിയ കഥയൊക്കെ പറഞ്ഞ് ആകെ അടിയായി. പ്രേമിക്കാനേ പാടില്ല, പ്രേമിച്ച് കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ നല്ല നരകമാണെന്നൊക്കെയാണ് ഇപ്പുറത്തുനിന്ന് എല്ലാ വാശി പിടിക്കണത്. വാശി പിടിക്കാമെന്ന് മാത്രമല്ല, ആളതിനു വേണ്ടി വർത്താനം പറയാണ്. മോള് വേറൊരാളെ പ്രേമിച്ച് ഞാൻ അനുഭവിക്കുന്ന ഒരു ദുരന്തം എന്താണെന്നുള്ളത് എനിക്കറിയാം. അതേ ദുരന്തത്തിലേക്ക് മറ്റേ കൂടി ചാടുകയാണെങ്കിൽ വരാൻ പോണ ഒരു അപകടം എന്താണെന്നൊക്കെ അറിയില്ലേ? അത് കഴിഞ്ഞ് മോള് ചീത്ത പറഞ്ഞ് മോൾ എണീച്ച് പോയി. ഭർത്താവും ഭാര്യയും മാത്രം ടേബിൾ മേൽ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവ് ചോദിക്കും, അപ്പോൾ ശരിക്കും എനിക്ക് ഇന്നെ ഇഷ്ടമല്ലേനിയോ? അപ്പോൾ ഓള് പറഞ്ഞ് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളെ കല്യാണം നടത്തിയപ്പോൾ എനിക്കിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് കല്യാണമൊക്കെ കഴിച്ചതെന്നാണ്. അപ്പോൾ ഓള് പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു അക്കാലത്ത്. അപ്പോൾ അയാൾ ചോദിക്കും, അപ്പോൾ ഈ എപ്പോൾ തൊട്ടാ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് ഇഷ്ടമായതിനും ഇപ്പം ഇഷ്ടമല്ല എന്നല്ലേ? അപ്പോൾ എവിടെ നിന്നാണത് നിർത്തിയത് എന്ന് ചോദിക്കും. എവിടെ നിന്നാണ് ഈ ഇഷ്ടം എന്ന് പറയണൊരു സാധനം ഉണ്ടാവുമല്ലോ, അത് നിർത്തിയതെന്ന് ചോദിക്കും. അപ്പോൾ ഇവക്കൊന്നും പറയാൻ കിട്ടണില്ല. അപ്പം അത്ര കാലം ഇവളെ ഉള്ളിലുണ്ടായിരുന്നൊരു സങ്കടം ഉണ്ടല്ലോ, പരിഗണിക്കപ്പെടാതിരിക്കുക, സ്നേഹിക്കപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ നോക്കാണ്ടിരിക്കുക, ഇഷ്ടങ്ങളില്ലാതിരിക്കുക, എല്ലാ ദിവസവും ഒരേ റുട്ടീനിൽ ഇങ്ങനെ പോവുക, ആ സങ്കടം മൊത്തം ഒരേ സമയം കൊണ്ട് തികട്ടി വന്നെന്ന് മാത്രമല്ല എല്ലാം കരഞ്ഞെന്ന് മാത്രമല്ല എല്ലക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പോലും കിട്ടുന്നില്ല. അതാണ് അവസ്ഥ. എല്ലക്ക് പൊതുവെ ഇയാളെ മുമ്പിൽ കരയാൻ ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ മുമ്പിൽ കരയാൻ ഇഷ്ടമല്ല. നേരെ തിരിച്ച് അയാൾക്കും എല്ലാം കരയണത് കാണാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇയാൾ സംഭവം കരയാണെങ്കിലും ഇവളിപ്പോൾ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സങ്കടം ഇങ്ങോട്ട് കൂടുന്ന സമയത്ത് നമ്മളെ ഈ തൊണ്ടൻ്റെ ഇവിടെ ഒരു സാധനം വന്ന് കയറും, പിന്നെ നമുക്കൊന്നും പറയാൻ കിട്ടില്ല. ചിലപ്പം ദേഷ്യവും സങ്കടവും കൂടി ഒരുമിച്ച് വരുമ്പം വരുന്നൊരു സാധനം കണ്ടിടണോ, നമ്മൾക്ക് പറയാനൊരു ലോഡ് സാധനം ഉണ്ടാവും, പക്ഷേ ഒരു വാക്ക് പോലും തൊള്ളേന്ന് വരില്ല. അപ്പം അങ്ങനെ നിന്നിങ്ങനെ കരയുമ്പോഴാണ് ഭാഗ്യത്തിന് ഫോണ് ബെല്ലടിഞ്ഞപ്പോൾ ഓക്കെ എന്തായി, ആ സീനൊന്ന് കട്ടായില്ലേ. ഭർത്താവ് പോയിട്ട് ഫോണെടുത്ത് ഹലോ കൊടുക്കാം, ഇപ്പം കൊടുക്കാമെന്ന് പറയും. അപ്പം എല്ലക്കുള്ള കോളാണ്. എല്ലാം ഓടിപ്പോയിട്ട് കോൾ എടുക്കും. ഇതാരാന്നറിയോ? എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ഏജൻസിക്ക് വേണ്ടിയിട്ട് ബുക്ക് റീഡ് ചെയ്ത് കൊടുക്കുക, അതിന് റിപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടിയാണ് ഇയാൾക്കുള്ള ജോലി. അപ്പോൾ അവിടെ നിന്നാണ് വിളിക്കുന്നത്. അപ്പം മിഷേൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരാളാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ കമ്പനിയിൽ സ്റ്റീവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സ്റ്റീവിനാണ് ഈ ബുക്ക് വായിക്കാനുള്ള ഉത്തരവാദിത്തം. സ്റ്റീവ് ഈ ബുക്ക് വായിക്കേണ്ട ഉത്തരവാദിത്തം മിഷേലിനെ ഏൽപ്പിച്ച്, ഒരു അസിസ്റ്റൻ്റാണ്, സ്റ്റീവിൻ്റെ അസിസ്റ്റൻ്റാണ് മിഷേലിനെ ഏൽപ്പിച്ച്. മിഷേൽ എന്ത് ചെയ്ത്, മിഷേലിന് ഒരു അസിസ്റ്റൻറ്റിനെ പുതുതായിട്ട് എടുത്ത്, ആരും നമ്മളെ എല്ലാം അസിസ്റ്റൻറ്റിനെ എടുത്തിട്ട് ഈ സാധനം അങ്ങോട്ട് ഏൽപ്പിച്ച്. അപ്പോൾ മിഷേൽ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ അവിടെ 100 പരിപാടിൻ്റെ ഇടയിലാണ് കോൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ മെയിൽ അയക്കാൻ പറയണോ, അതൊന്ന് നോക്കണം, ഇതൊന്ന് നോക്കണം, ഹലോ എല്ലാ ലൈനിലുണ്ടല്ലോ അല്ലേ, അത്രയും തിരക്കിനിടയിലാണ് ഇയാൾ വർത്തമാനം പറയണത്. അപ്പം അവിടെ നിന്ന് ചോദിക്കണു, ഞാൻ മിഷേലാണ്, എന്തായി, നമ്മൾ തന്ന ബുക്ക് വായിച്ച് തുടങ്ങിയോ?
എന്താ അവസ്ഥ എന്ന് ചോദിക്കും. അപ്പം അത്രയും തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ആ വലിയ കമ്പനിയിൽ നിന്ന് ആദ്യമായിട്ട് തന്ന ജോലിയാണ്, അതിനെപ്പറ്റിയല്ലേ ചോദിക്കണത്. അപ്പം ഇല്ല എന്ന് പറയാൻ എല്ലക്ക് തോന്നിയില്ല. അപ്പോൾ എല്ലാ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി ഓക്കെയാണ്. അങ്ങനെ ഹലോ, ഇല്ല ഞാൻ ജസ്റ്റ് വായിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ. അപ്പം ഈ ബുക്കിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതൊരു 13-ാം നൂറ്റാണ്ടിലുള്ള കഥയാണ്. അത്ര ഫേമസ് അല്ലാത്ത ഒരാൾ എഴുതിയ ആദ്യത്തെ നോവലാണ്. അപ്പോൾ ഈ നോവൽ പബ്ലിഷ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ സത്യം പറഞ്ഞാൽ എല്ലക്ക് പറ്റും. എല്ലത് വായിച്ചു നോക്കിയിട്ട് ഒരു റിപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല റിപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഫെർദർ സാധനങ്ങളൊക്കെ വരിക, പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ ഫസ്റ്റത്തെ എഴുത്തിൽ അയാൾ ഇനി പൊന്തണോ വേണ്ടേ എന്നുള്ളത് ആർക്കും ആലോചിക്കാം, എല്ലക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചപ്പം ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണെന്നൊക്കെ എല്ലക്ക് തോന്നിന്. പക്ഷേ ഈ ബുക്ക് എന്ന് പറയണത് കുറച്ചൊരു മിസ്റ്റിക്കൽ ടൈപ്പ് ബുക്കാണ്. ഒരു സൂഫി എലമെൻസുകളൊക്കെ ഉള്ള റൂമിയെ പറ്റി പറയുന്ന. അപ്പോൾ ഇസ്ലാമിക് ആ ഒരു ഹിസ്റ്ററിയിൽ റൂമിനെ പറയാം, ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഷേക്സ്പിയർ ആണ് റൂമി എന്നൊക്കെയാണ് പറയാം. പിന്നെ ഇത് ഒരു സൂഫിസം എലമെൻ്റാണ് ഇതിൻ്റെ അകത്ത് പറയണത്, ഒരു മിസ്റ്റിക്കൽ ടൈപ്പ് സാധനമാണ്. അപ്പോൾ നിലവിലെ അവസ്ഥയിൽ എന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര കച്ചറയിലാണുള്ളത്. വീട്ടിൽ വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തല്ലൂടിൻ്റെ ഇടയിലാണ് ആളുമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്ത, പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ടോപ്പിക്കിലുള്ളൊരു ബുക്ക് വായിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളൊരു പണി കിട്ടണത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടാസ്ക്കാണ് ഈ പരിപാടി. അപ്പോൾ എല്ലാം അത് പറഞ്ഞ്, അതായത് ഞാൻ ബുക്ക് വായിച്ച് തുടങ്ങി, അപ്പോൾ എങ്ങനെയുണ്ട്, അപ്പോൾ അത് കുറച്ചൊരു മിസ്റ്റിക്കൽ ആ ഒരു ടൈപ്പ് സാധനമാണെന്നൊക്കെ പറയാം. അപ്പം ഓക്കെ, അപ്പുറത്തെ ആൾ പറയും, കുറച്ച് സീരിയസ് ആയിട്ട് പറയും, പിന്നെ 3 ആഴ്ചയാണ് ഡെഡ് ലൈൻ ഉള്ളത്, അതിൻ്റെ ഉള്ളിൽ അത് വായിച്ചിട്ട് റിപ്പോർട്ട് തരണം. പിന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയുകയാണെങ്കിൽ ഈ ടൈപ്പ് ബുക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊരു സമയം എടുക്കും, പക്ഷേ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 3 ആഴ്ചയുള്ളൂ, 3 ആഴ്ചൻ്റെ ഉള്ളിൽ റിപ്പോർട്ട് തരണം കേട്ടോ എന്നൊക്കെ പറയും. എല്ലാം വെറുതെ ഒന്നും പറഞ്ഞു നോക്കി മിഷേലിൻ്റെ അടുത്ത്. പിന്നെ ഞാൻ നിലവിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ കുറച്ചൊരു മോശമാണ്. പിന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് അത്രയും റിലേറ്റബിൾ ആയിട്ട് വായിച്ച് നോക്കിയില്ല കേട്ടോ സത്യം പറഞ്ഞത്. ഇതിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇതുവരെ ആ ബുക്ക് തൊട്ട് നോക്കിയിട്ടില്ല. ജസ്റ്റ് പുറമെ ചട്ട കണ്ടപ്പോൾ ഓക്കെ ഇതൊരു മിസ്റ്റിക്കൽ സാധനമാണെന്നൊക്കെ തോന്നി, അത്രേ ഉള്ളൂ. അപ്പം എല്ലാം ഇങ്ങനെ പറയും, അങ്ങനത്തെ ടൈപ്പ് ഒരു ബുക്കല്ലാത്ത വേറെ ഏതെങ്കിലും ബുക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ മിഷേൽ പറയും, അതെന്ത് വർത്താനാണ് ഇപ്പം നിങ്ങൾ പറയണത്, ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള ഓരോ ബുക്കൊക്കെ ഇപ്പോൾ നമുക്ക് തരാൻ പറ്റുമോ? ഇപ്പോൾ ഇറാൻ്റെ ചരിത്രം പറയുന്ന ഒരു ബുക്ക് വന്നാൽ ഞാനിത് ഇറാനിലുള്ളൊരു താത്തൊക്കെ കൊണ്ടുപോയി അയച്ചു കൊടുത്തിട്ട് ഓരോട് റിപ്പോർട്ടും അങ്ങനെയൊക്കെ പറ്റുമോ? ഇതിപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടല്ലല്ലോ, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓൾറെഡി ഇങ്ങനെ 40 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതേ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ മക്കൾ അവിടെ വരികയാണ്, കോളേജിൽ നിന്ന് ഇറങ്ങിയ മക്കൾ വരികയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയണമെന്ന് പറയും. അപ്പോൾ കിട്ടിയ ജോലിയല്ലേ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം പറയും, എന്നാൽ കുഴപ്പമില്ല നിങ്ങൾ വിടി, സീനില്ല, ഞാൻ വായിച്ചു തരാം, ഓക്കെ സെറ്റാക്കാം, 2 ആഴ്ച 3 ആഴ്ച കൊണ്ട് ഞാൻ ഈ സാധനം വായിച്ചിട്ട് തരാമെന്ന് പറയും. എന്നിട്ട് കോള് കട്ട് ചെയ്ത് അങ്ങോട്ട് പോയി നോക്കുമ്പോൾ മറ്റേ ആൾ ടേബിളിൻ്റെ അടുത്ത് കുത്തിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞ തല്ലൂടണ്ടല്ലോ, അതുപോലെ വിളിച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ, കരഞ്ഞ് എണീച്ച് പോയല്ലേ, അതിൻ്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ കുത്തിരിക്കുകയാണ്. പക്ഷേ മൈൻഡ് ചെയ്യാതെ മെല്ലെ ആളെ വൈക്ക് പോയി. വഴക്കും ഒച്ചപ്പാടൊക്കെ കഴിഞ്ഞു. പിന്നെ ഉണ്ടല്ലോ എല്ലാവരും ഓരോ മൂലക്കായിട്ട് പോലും മൊത്തത്തിൽ ഡസ്പാകുമ്പോൾ. അപ്പം മകളൊരു വൈക്ക് പോയിട്ട് റൂമിൽ കയറി വാതിലടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ആകെ ചടച്ചു, അയാളൊരു സൈഡിൽ പോയിട്ടുണ്ട്. പുറത്ത് ഒരു ഗാർഡൻ പോലെ ഉണ്ട്, വലിയ വീടാണ്. അപ്പോൾ പുറത്തൊരു ഗാർഡൻ പോലെ ഉണ്ട്, അവിടെ ഇങ്ങനെ ഒരു ആടുന്ന കസേരയൊക്കെ ഉണ്ട്. ആടുന്ന കസേര എന്ന് പറഞ്ഞാൽ ഒരു ഊഞ്ഞാല് പോലത്തെ സെറ്റപ്പ്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ടൗൺ ഇങ്ങനെ കാണാം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റിലാണ് വീട്. അപ്പം വലിയൊരു ആകാശവും അതിൻ്റെ അടിയിൽ ടൗൺ ഇങ്ങനെ നിരന്ന് നിൽക്കണമൊക്കെ ഇങ്ങനെ കാണാം. അപ്പോൾ ഒരു അടിപൊളി ഈവനിങ് ആണ്. പറയുമ്പോൾ വീക്കെൻഡാണ്, എല്ലാവരും ആഘോഷിക്കാനൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ട് എല്ലാം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടയ്ക്കാനുണ്ട്, മക്കളെ ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ഓൾറെഡി ഇന്നുണ്ടായ പുതിയ കച്ചറ എന്ന് വെച്ചാൽ ഇപ്പം ഒരു കല്യാണ പ്രശ്നം പോലെ വന്നല്ലോ, മോക്ക് ഒരു പ്രേമം സാധനങ്ങൾ മണ്ണാങ്കട്ട വന്നു, അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡുമായിട്ടൊരു വർത്താനായി. അപ്പോൾ ഇത്രയും കച്ചറകളും സാധനങ്ങളൊക്കെ ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്, ഓരോരോ സാധനങ്ങൾ. അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, മറ്റതെന്ത് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുത്തൊന്നും കൂടി വന്നു, ഒരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അത് ചെയ്യുകയും വേണമല്ലോ. എല്ലാം വിചാരിച്ചു ഓക്കെ ഒന്ന് നോക്കി നോക്കാം എന്താണ് സംഭവം എന്നുള്ളതൊന്ന് തുറന്ന് നോക്കാമെന്ന് വിചാരിച്ചു.
കയ്യെഴുത്ത് പ്രതി ഇങ്ങനെ കെട്ടായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തു നോക്കി, എത്ര വെയിറ്റ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കി. എന്നിട്ട് ഫസ്റ്റ് പേജ് മറിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു കാർഡ് നിലത്ത് വീണ്. അപ്പം എഴുത്തുകാരൻ്റെ കാർഡാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് AZ സഹാറ എന്നാണ് അയാളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പം ഓരോരുത്തർക്കും ഓരോ തൂലിക നാമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ പുള്ളിൻ്റെ പേരല്ല അത്, ആ പുള്ളി കൊടുത്തിട്ടുള്ളൊരു പേര് AZ സഹാറ എന്നുള്ളതാണ്. അപ്പം അതിൽ പുള്ളി ആ കാർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുള്ള ജസ്റ്റ് ഒരു ഗ്രീറ്റിങ്സും സാധനമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ എഴുതി ഈ കഥ എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ നടന്നൊരു കഥയാണ്. ഇത് പ്രസിദ്ധനായിട്ടുള്ള കവി റൂമിയുടെ കഥയാണ്. റൂമിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോവും. അതായത് കവിയാണ്, അതേസമയം വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു മടിയും ഇല്ലാത്തൊരു ദർവേഷാണ് ഷംസും. ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ഒരു ബുക്കാണ്. അപ്പം ഈ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് കുറച്ചൊരു നമുക്കൊരു ഇത് തോന്നണതാണ്. അതായത് മധുരമുള്ള ദൈവനിന്ദ, അങ്ങനെയാണ് പറയുക. പൊതുവേ ദൈവനിന്ദ എന്ന് പറഞ്ഞാൽ അതായത് ദൈവത്തിനെ നമ്മൾ അപമാനിക്കുക എന്ന് പറയണത്, അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുക എന്ന് പറയണത്, അല്ലെങ്കിൽ കുറ്റം കിട്ടും എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാന്ന് പറയണത് പൊതുവേ നമുക്കൊക്കെ ഇച്ചിരി ഡാർക്കായിട്ട് തോന്നണ അത്ര രസമുള്ള പരിപാടിയല്ലല്ലോ. പക്ഷേ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് മധുരമുള്ള ദൈവനിന്ദ എന്നാണ്. ഓക്കെ, അപ്പം ഈ കാർഡ് ജസ്റ്റ് ഒന്ന് വായിച്ചപ്പം ഈ പേരൊക്കെ കണ്ടപ്പം ഇയാൾക്ക് മനസ്സിലായി ഓക്കെ ഒരു സംതിങ് എന്തോ ഇച്ചിരി ഉണ്ട്. ഈ കാർഡ് വായിച്ചിട്ടാവാം മേ ബി പബ്ലിക് ഏജൻസി ഈ സാധനം എടുത്തിട്ടുള്ളത് എന്നൊക്കെ തോന്നി. അപ്പോൾ പേരിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഈ AZ സഹാറ ആ പേരും ഇയാൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ കാർഡ് താഴെ വെച്ചിട്ട് പിന്നെ ഫസ്റ്റ് പേജ് മറിച്ചപ്പോൾ AZ സഹാറനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വിവരണം അതിലുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പൂച്ചകളും അതേപോലെ ആമകളെയൊക്കെ പോറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് സ്ഥിരമായിട്ട് ഉണ്ടാവുക. അതല്ലെങ്കിൽ ആളിങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണ്, ഇങ്ങനെ തെണ്ടിത്തിരിയുന്ന ഒരാളാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഇടയിൽ ഒരു ചെറിയ സമയം കിട്ടിയപ്പം അയാൾ ആദ്യമായിട്ട് എഴുതിയൊരു നോവലാണ്. അപ്പോൾ പുള്ളിനെ പറ്റി പറഞ്ഞിടത്ത് ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, പുള്ളി ഒരു നോവലിസ്റ്റ് ആവണം എന്നുള്ളതൊന്നും വിചാരിച്ചിട്ടുള്ള ഒരാളല്ല. റൂമിയുടെയും ഷംസിൻ്റെയും കഥകളൊക്കെ അറിഞ്ഞ സമയത്ത്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഓക്കെ ഇതൊരു നോവലാക്കാം അല്ലെങ്കിൽ ഒരു കഥ എഴുതി കളയാം എന്ന് കരുതിയിട്ട് അയാൾ എഴുതിയൊരു സാധനമാണെന്നാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പേജ് ജസ്റ്റ് ഒന്ന് മറിച്ചപ്പോൾ അതിൽ കുറച്ച് താഴെയായിട്ട് എഴുതിയത് ഇങ്ങനെയാണ്: പ്രണയം എന്ന് പറയണത് അല്ലെങ്കിൽ പ്രേമം എന്ന് പറയണ സാധനം, അല്ലെങ്കിൽ സോക്കോൾഡ് നമ്മൾ പറയണ മൊഹബത്ത്, കാതൽ, അങ്ങനെയൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഇത് വന്ന പോലെ അങ്ങ് പോകുന്ന ഒരു സാധനമല്ല. ചില ആൾക്കാർ അങ്ങനെ പറയും, പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ വന്ന് പോണ ഒരു സംഭവമാണെന്നൊക്കെ പറയും. പക്ഷേ ഇത് അങ്ങനെ വന്ന പോലെ അങ്ങനെ അങ്ങ് പോകുന്ന ഒരു ഇമോഷൻ അല്ല എന്ന് ജസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. ഇത് വായിച്ച സമയത്ത് എല്ലക്ക് ഫസ്റ്റ് വന്നൊരു സാധനം, കുറച്ച് നേരത്തെ എല്ലാം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നേരത്തെ മകളുമായിട്ട് അടി ഉണ്ടായപ്പം അടുക്കളയെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രേമം എന്നൊക്കെ പറയണത് വന്നങ്ങ് പോകുന്ന ജസ്റ്റ് ഒരു ഇമോഷൻ മാത്രമാണ്, അത് വിചാരിച്ചൊന്നും കല്യാണം കഴിക്കാൻ പോകരുത് എന്നൊക്കെ മകളെടുത്ത് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന സാധനത്തിനൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിലുള്ള ആൾ, അല്ലെങ്കിൽ ഈ ബുക്ക് എഴുതിയിട്ടുള്ള ഒരാൾ ഇത് വായിക്കാൻ പോകുന്ന ആൾ ആരാണെന്ന് കണ്ടറിഞ്ഞ് എഴുതിയ പോലെയൊക്കെ തോന്നാൻ തുടങ്ങി. അതായത് കുറച്ച് മുമ്പേ എല്ലാം ചിന്തിച്ചൊരു സാധനം 13-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് പണ്ടെന്നോ കഴിഞ്ഞു പോയൊരു കഥയല്ലേ. സൂഫിസം എന്ന് പറയുന്നത് നമ്മളായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമില്ലാത്ത സാധനമല്ലേ. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുക എന്നൊക്കെയാണ് എല്ലാം കുറച്ച് മുമ്പ് ചിന്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ പോലെയാണ് അടുത്ത വരി വരുന്നത്. 13-ാം നൂറ്റാണ്ട് എന്ന് പറയണത് ഏതോ ഒരു കാലമൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്തുള്ള പോലെ തന്നെയായിരുന്നു. അതായത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വളരെ കൂടുതലുള്ള കാലമാണ്. അതേപോലെ ഈ കൾച്ചറുകൾ തമ്മിലുള്ള വർത്താനം സംഘർഷങ്ങളൊക്കെ ഉള്ളൊരു കാലമാണ്. അതേപോലെ അപരവൽക്കരണം, കുറച്ച് വലിയ വേർഡായി പോയില്ലേ, വേണ്ട. അതായത് നമ്മൾ ഈ സൊസൈറ്റിയിൽ നിന്നിട്ട് ഒരു ഞങ്ങളും ഒരു നിങ്ങളും ഉണ്ടാക്കൂലേ. നിങ്ങൾ സംഖ്യകളാണ്, നമ്മൾ CPM-മാരാണ്, നിങ്ങൾ കോൺഗ്രസ്സുകാരാണ്, ഞങ്ങൾ LDF-കാരാണ്, നിങ്ങൾ UDF-കാരാണ്, നിങ്ങൾ വേറെ പാർട്ടിക്കാരാണ്, നമ്മൾ മുസ്ലിമാണ്, നിങ്ങൾ ക്രിസ്ത്യനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിവൈഡഡ് പരിപാടികളുണ്ടല്ലോ. ഒരു ഞങ്ങളും ഒരു നിങ്ങളും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. ഇതിനെ നമുക്ക് സാമാന്യേന നമുക്ക് തൽക്കാലം ഈ അപരവൽക്കരണത്തിന് ഇത്ര പറയാം.
ഇതൊന്നുമല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി വേണമെങ്കിൽ വലിച്ചു നീട്ടാം. ഇങ്ങനെ തൽക്കാലം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അതായത് മതപരമായ സംഘർഷങ്ങൾ, അതേപോലെ കലാപങ്ങൾ, കൾച്ചറുകൾ തമ്മിലുള്ള കലാപങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ് സത്യം പറഞ്ഞാൽ ഏത് 13-ാം നൂറ്റാണ്ടിലും. അപ്പം അന്നും ഇന്നും ഇനി മനുഷ്യൻ വരാൻ പോകുന്ന എല്ലാ കാലത്തും മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സത്ത, ഒരു സോൾ, അല്ലെങ്കിൽ ഒരു കാതൽ എന്നൊക്കെ പറയണത് സ്നേഹമാണ്. സ്നേഹം എന്ന് പറയണത് ഏറെക്കുറെ മരണം പോലെയുള്ള ഒരു സെറ്റപ്പാണ്. അത് എല്ലാവരുടെ വാതിലിലും വന്ന് ഒരു ദിവസം മുട്ടും. പ്രേമം ഇല്ല എന്ന് പറയുന്നവരെയും, പ്രേമം ക്രിഞ്ചാന്ന് പറയുന്നവരെയും, പ്രേമം പൈങ്കിളിയാന്ന് പറയുന്നവരെയൊക്കെ പ്രേമം ഒരു ദിവസം വന്നിട്ട് എന്ത് ചെയ്യും? മുട്ടി വിളിക്കും. ഇത് വായിച്ചതോടുകൂടി എല്ലാം ശരിക്കും ആ സാധനം വായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രേമം എന്ന് പറയണത് യൂണിവേഴ്സലാണ്. അത് ഈ മലൻ്റെ മുകളിൽ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കണ എല്ലനെ വരെ തൊട്ട് വിളിക്കാനും മുന്നോട്ട് നയിക്കാനും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആവാനും പറ്റാവുന്ന ഒരു സാധനമാണ് പ്രേമം എന്നാണ് വായിച്ചത്. സത്യം പറഞ്ഞാൽ അത്രയും വായിച്ചപ്പോഴത്തേക്കും അത്ര നേരം അടി ഉണ്ടാക്കിയ, അത്ര നേരം തല്ലുണ്ടാക്കിയ ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതൊന്നുകൂടി ആളി കത്താൻ തുടങ്ങി. അതായത് എടങ്ങേറിൻ്റെ ഒരു കൊടുമുടിയിലെത്തി. അപ്പോൾ എല്ലാം വിചാരിച്ചു, ഓക്കെ ഇപ്പം തന്നെ പൂട്ടി വെക്കാം, മിഷേലിനെ വിളിച്ചിട്ട് കാര്യം പറയാം, ബുക്ക് എനിക്ക് നടക്കില്ല, എനിക്ക് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല, ഈ സിറ്റുവേഷനിൽ വായിക്കാൻ പറ്റിയൊരു ബുക്കല്ല എന്നൊക്കെ വിളിച്ച് പറയാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും അറിയാതെ അടുത്ത പേജിലേക്ക് മറിച്ചു. അടുത്ത പേജിൽ വലിയ ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, മധുരമുള്ള ദൈവനിന്ദ.